പ്രകൃതി സംരക്ഷണ പ്രവർത്തനം നടത്തിയ ഇടം തന്നെ പ്രകൃതി കൊണ്ടുപോയി. ഇതിൽ കൂടുതൽ നമ്മൾ എന്തു പറയാനാ? ജോലിയില്ല, അവനവൻ്റെ ജോലി ചെയ്യുക, വീട്ടിൽ പോവുക. അതിലപ്പുറം ഒരു അധ്യാപകൻ ഒരു സ്കൂളിൽ ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ജോലി ചെയ്യുക, വീട്ടിൽ പോവുക, ജോലി ചെയ്യുക, വീട്ടിൽ പോവുക, അതുമാത്രം മതി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. രാവിലെ 7:30 വരും. കേരളത്തിൽ എവിടെയെങ്കിലും 7:30 പഠിത്തം തുടങ്ങുന്ന സ്കൂളുണ്ടോ? ഇവിടെ ഒക്കെ ഇരുന്നാ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും. മക്കളോട് പറയും, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാ. ഈ പുഴയോരത്ത് ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്ത് ആർക്കാ കിട്ടുക? ഒരുപാട് അഹങ്കരിച്ച് ഞങ്ങള്, ഒരുപാട്. അതിനെല്ലാം കിട്ടി, എല്ലാത്തിനും കിട്ടി. ഒന്നുമില്ല സാറേ, എനിക്ക് പറയാൻ ഇല്ല. താരം പതിപ്പിച്ച കൂടാരം, രാവിൽ നിലാവിന്റെ പൂരം. എല്ലാം മാറി, സ്കൂള് പോയി. എത്ര പറഞ്ഞാലും നല്ല മനോഹരമായൊരു നാടായിരുന്നു. ഇപ്പൊ ഒന്നുമല്ല. എന്താ പറയാ, കൂട്ടുകാരില്ല, ഫ്രണ്ട്സുകളില്ല, എല്ലാരും പോയി. രാത്രി കടന്ന ആള് പിറ്റേന്ന് രാവിലെ നോക്കുമ്പോ മരത്തിന്റെ അടിയിലും മണ്ണിന്റെ അടിയില്, എന്താ പറയാ, അവരും ഒരുപാട് സ്വപ്നങ്ങളും ഇതൊക്കെ കണ്ട് ജീവിച്ച ആൾക്കാരല്ലേ ഇരിക്കും. സേഫാണ് വിചാരിച്ച് ഞങ്ങളെല്ലാവരും അയൽവാസികളുണ്ടല്ലോ, ഫാമിലികൾ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങളെല്ലാം പറഞ്ഞിട്ട് താത്തമാരൊക്കെ വിളിച്ചിരുന്നു അങ്ങോട്ട് പോകാൻ. അപ്പൊ ഞങ്ങൾ പറഞ്ഞില്ല, കുഴപ്പമില്ല, അയൽവാസികളും എല്ലാവരും ഉണ്ടല്ലോ, ഞങ്ങൾ കൂടെ, കുഴപ്പമില്ല പറഞ്ഞ് നിന്ന്. അന്ന് തന്നെ തലേന്ന് തന്നെ മാറ്റുകയാണെങ്കിൽ പകുതി ജീവനും കുടുംബക്കാരെ രക്ഷിക്കാൻ പറ്റിയായിരുന്നു. ഞങ്ങൾക്ക് പൊട്ടിക്കരയാൻ പോലും പറ്റുന്നില്ല. കാരണം നമ്മളെ ഫാമിലിയിൽ ഇപ്പോൾ ഒരാൾ മരിച്ചു പോവുക, അല്ലെങ്കിൽ ഇത് ഉരുള് പൊട്ടാത്തൊരവസ്ഥയിൽ നമ്മൾ മരണപ്പെട്ടു പോകാൻ നമ്മൾ ആ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്, കരയുന്നത്. പക്ഷെ ഇത് എല്ലാവരും കൂടെ പോയിട്ട് കരയാൻ മനസ്സെന്തോ തിങ്ങിങ്ങനെ കിടക്കുക. കണ്ണീര് വരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. എന്താ പറയാ, എല്ലാം പോയി, പഠനം പോയി, ഒക്കെ പോയി. പാവം മക്കൾ. പോയി. പെങ്ങളും അനിയന്റെ ഭാര്യയും കുട്ടികളും അമ്മോസിനും അമ്മായും ഞങ്ങള് എന്റെ കുടുംബത്തിൽ നിന്ന് 16 ആള് പോയി. കൂടുതൽ നമ്മളെയും കൂടി കൊണ്ടേക്കായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു. സന്തോഷത്തിൽ പോവായിരുന്നു. ഞങ്ങളൊരു 4-5 ആളെ മാത്രം അവിടെ ബാക്കിയിട്ടിട്ട് പോയത്. എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാനുള്ളൊരു പരിപാടി നിങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുമോ നോക്കി. ഇവിടെ കുറെ ആളുകൾ 10 ഏക്കർ ഭാഗത്ത് കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും പോകും. ഇതേപോലെ ഈ പോക്ക് പോയ പോലെ ഇനിയും പോകും. എൻ്റെ പേര് സ്വാമിദാസാണ്. ഇപ്പോൾ ചൂരമുര ഉള്ളത്. നല്ല രാത്രി ഉരുള് പൊട്ടിയതാണ്. ഇവിടെ സ്കൂൾ ഹോട്ടലുള്ളത്. കുറേ വീടുകൾ പോയിരുന്നു. എൻ്റെ മകള് ഇവിടെ പഠിക്കുകയാണ്. അവിടെ വിവരമൊന്നും അറിയില്ല. മോള് വീട് എവിടെ അറിയില്ല, തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ അവസ്ഥ പറയാൻ കഴിയൂല നമുക്ക്. ഞങ്ങളാകെ ഹെൽപ്പ്ലെസ്. ഇന്നും കൂടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയിട്ടുണ്ടാവും. എന്റെ ഉമ്മ എല്ലാരും പോയി. ഉമ്മക്ക് എവിടെയുള്ളത് ഒരു കൊലിച്ചു പോയി. എന്റെ കുട്ടിയും കിടക്കായിരുന്നു. എന്തോ ഒരു ശബ്ദം വന്നു. ബിൽഡിംഗ് ഒക്കെ തലയിൽ മേലെ വീണ് ബെഗോട്ട് കൊണ്ടുതന്നെ എന്റെ മോനെയും എന്റെ മാതാപിതാക്കളെയും കൊണ്ടുപോയി. അവരൊന്നും എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. ഞാനൊരു കമ്പി പിടിച്ച് തൂങ്ങി. എൻ്റെ മോനും അപ്പിമ്മയൊക്കെ മരിച്ചിക്കണ്. അവരൊക്കെ മറവ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ സേഫാ. ഞാൻ ഒറ്റക്കായി. പയ്യൻ വിളിച്ചു, ചേച്ചി ഇങ്ങനെ അറിഞ്ഞു എന്താണ്. ഞാൻ പറഞ്ഞിട്ട് സേഫ് ആണെന്ന് പറയലും രണ്ടാമത്തെ വരവ്. രണ്ടാമത് പോയിട്ട് ഞങ്ങൾ പോവാട്ടോ, എല്ലാരോടും പറയണേ ഞാൻ പോവാണ് പറഞ്ഞു. ഇത് പറയലും പിന്നെ വീടിങ്ങനെ കുലുങ്ങാൻ തുടങ്ങി. ഒന്നുമില്ല. എൻ്റെ അമ്മ മണ്ണിൻ്റെ അടിയിൽ പോകുന്ന നേരെ ഞാൻ കാണുന്നു. അമ്മയും അനിയത്തി ഒളിച്ചു പോകുന്നതാണ്. പെങ്ങളെ മോള് കുട്ടി, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയാണ് ഇതിൽ മരിച്ചത്. ഓന് ബൈക്ക് എടുത്തോണ്ട് നമ്മക്കാണ് ആദ്യം നമ്മളോടൊക്കെയാണ് പറയണത്. ആ ഒരു ഇതിലേക്ക് പോകും. എന്താ പറയുക, ഒരു പുതുമയിലുണ്ടല്ലോ ബൈക്ക് എടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാവണം.
வயசு அந்த பொண்ணுக்கு? 9 வயசு சார். இந்த டிசம்பர் வந்ததை 10 தொடங்கும் 9 வயசு. நாங்கள் சங்கடத்தில் முங்கி கழிஞ்சிட்டு கிடக்கிறோம் சார். சாப்பாடு கொடுக்குறாங்கெல்லாம் செய்கிறாங்க. நம்மளுக்கு அந்த பிள்ளை பார்க்க எப்படா பார்க்கறேன்னு எல்லா சவத்தையும் போய் திறந்து பார்க்குறோம். என்ன செய்யறது? அழகான உள்ள அழகான குழந்தை. என்ன அவங்க அம்மாளியா இருந்துட்டு நான் தான் சார் குழந்தையிலேருந்து பார்த்துட்டு 2 மாதமாத்த எனக்கு கொண்டு போய் அது பிள்ளையால் கொண்டு வந்தாங்க சார். கொண்டு வந்தாங்க. பிள்ளை பார்க்கணும். உயிராய் மாறவே நிழல் மாயவே ரொம்ப கஷ்டமா இருக்கு. இத பாத்தீங்கன்னா இந்த வீட்டுல இருந்த பிள்ளைகள் எல்லாம் என்ன ஆனாங்கன்னு இப்ப வரைக்கும் தெரியல. அவங்களோட புக்ஸ் எல்லாம் பாருங்க அங்க எப்படி வச்சிருக்காங்க பாருங்க. இந்த வீட்டுல எத்தனை குழந்தைங்க இருந்தாங்க அப்படிங்கறதே தெரியல. தூங்கிட்டு இருந்த நேரத்துல வந்தப்ப இந்த குழந்தை என்ன